ഓക്കെ. അപ്പൊ നമ്മള് ഇന്നത്തെ ഈ സെഷനിൽ ആദ്യം നമുക്ക് ഫിസിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമ്മൾക്ക് റെയിൽവേയുടെ അത്യാവശ്യം ഇപ്പം ALP ആയിക്കോട്ടെ, ഗ്രൂപ്പ് ഡി ആയിക്കോട്ടെ, NDPC പോലുള്ള എക്സാം ആയിക്കോട്ടെ, അതിനകത്തുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഏകദേശം കിട്ടിയ എല്ലാ റീസെന്റ് ആയിട്ട് ചോദിച്ച എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ആൻസറും ഉണ്ട്, എക്സ്പ്ലനേഷൻ എല്ലാം നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നേക്കുന്നത് വാട്ട് ടൈപ്പ് ഓഫ് വേവ്സ് ആർ ലൈറ്റ് വേവ്സ്. അപ്പൊ ലൈറ്റ് വേവ്സ് എന്ത് തരം വേവ്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്വേഴ്സ് വേവ്, ലോഞ്ചിറ്റ്യൂണൽ വേവ്, ബോത്ത് A and B, ദാറ്റ് ഈസ് ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂണൽ. B നൺ ആണ്. ഏതാണ് ഉത്തരം? ഉത്തരം ഏതാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് വോയിസ് ഓൺ ചെയ്തിട്ട് പറയണമെങ്കിൽ അങ്ങനെ പറയാം, നിങ്ങൾക്ക് സൗകര്യം പോലെ. ഓക്കെ. അപ്പൊ ലൈറ്റ് വേവ്സിനെ കുറിച്ച് നമുക്കറിയാം. ഒപ്റ്റിക്സ്, സ്റ്റഡി ഓഫ് ലൈറ്റ്, ഒപ്റ്റിക്സ് ആണ്. ഒപ്റ്റിക്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് വന്നേക്കുന്നത്. അപ്പം എന്ത് തരം വേവ് ആണ് ലൈറ്റ് എന്നുള്ളത്? ലൈറ്റ് എന്ത് തരം വേവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ് ആണ് കേട്ടോ. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ബേസ്ഡ് ഓൺ ദ എന്താ പറയുന്ന ദ വൈബ്രേഷൻസ് അല്ലെങ്കിൽ ദ മൂവ്മെന്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് വേവ്സ്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ, രണ്ട് ട്രാൻസ്വേഴ്സ് വേവ്സ്. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. ഇതിനകത്തുള്ള ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് മൂവ്മെന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് റൈറ്റ് ആംഗിൾസിൽ വൈബ്രേറ്റ് ചെയ്യും അല്ലെ. മൂവ്മെന്റ്സിന്, അതായത് റൈറ്റ്, ഇപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ടു ദ പ്രൊപ്പഗേഷൻ ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ്. അങ്ങനെയുള്ള വേവ്സിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് പാരലായിട്ടായിരിക്കും അതിനകത്തുള്ള ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ്. എന്നാൽ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ടു ദ മോഷൻ ആണെങ്കിൽ എന്താണ്? അത് ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. ലൈറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്. എന്നാൽ സൗണ്ട് അല്ലെ, ശബ്ദം എന്തിന് ഉദാഹരണമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡൽ വേവിന് ഉദാഹരണമാണ്. ഞാൻ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. എന്താണ് വേവ് എന്നൊക്കെ നമുക്കറിയാം. എന്താ പറയുന്നത്? സിമ്പിൾ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പ്ലേസ് ടു അനദർ ആണ് വേവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ടു ടൈപ്സ് ഓഫ് വേവ് പറഞ്ഞു. ഏതൊക്കെയാണ്? ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഇറ്റ്സ് അറ്റ് റൈറ്റ് ആംഗിൾസ്. എന്നാൽ പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ഡയറക്ഷൻ ആണെങ്കിൽ എന്താണ്? അത് ലോഞ്ചിറ്റ്യൂഡൽ വേവ്. ലോഞ്ചിറ്റ്യൂഡൽ വേവിന് എക്സാമ്പിൾ ആണ് സൗണ്ട്. ഓക്കെ, സൗണ്ട് ഒരു ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണ്. എന്നാൽ ലൈറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഇത് എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാം ഹോളിൽ കൺഫ്യൂഷൻ ആവും. ഈ ട്രാൻസ്വേഴ്സ് വേവിന്റെ നമ്മൾ ഈ തിരിച്ചു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലറിന്റെ സിമ്പലാണ്. തിരിച്ചിട്ട് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ, നമ്മൾ പെർപെൻഡിക്കുലർ മാക്സിൽ ഇങ്ങനെയല്ലേ കാണിക്കാറ്. അങ്ങനെ ആലോചിക്കാം. ലൈറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. ആൾസോ എന്താണ് എന്താ മനസ്സിലാക്കേണ്ടത്? മൂവ്മെന്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ ഈസ് റൈറ്റ് ആംഗിൾസ്. ഓക്കെ, ശരി. ഇനി അടുത്തൊരു ചോദ്യം വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പാസഞ്ചർ ഇൻ മൂവിംഗ് ബസ് ഈസ് ത്രോൺ ഫോർവേഡ് വെൻ ദ ബസ് suddenly stops. This is explained by Newton's first law, second law, third law, conservation of momentum. അപ്പൊ ഇതിനകത്ത് കൃത്യമായി പറയുവാണെങ്കിൽ ഉത്തരം ഏതാണ്? നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മലയാളത്തിൽ രസതന്ത്രം എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ടോ? മോഹൻലാലിന്റെ. അതിനകത്ത് ഈ ഒരു കാര്യമാണ് പറയുന്നത് അല്ലെ. അതിനകത്ത് പുള്ളി ഇങ്ങനെ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന് സിമിലർ ആയിട്ടുള്ളൊരു ഈവന്റ് ആണ് പറയുന്നത്. എന്താണ് ഇത്? ഫസ്റ്റ് ലോ ഓഫ് മോഷന് പറയുന്നതാണ്. അപ്പൊ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്താണ് പറയുന്നത്? എവരി ബോഡി കണ്ടിന്യൂസ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അല്ലെ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അണ്ടിൽ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ് എന്നാണ് പറയുന്നത്. ഇത് മോഹൻലാൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രസതന്ത്ര സിനിമ കണ്ടു കഴിഞ്ഞാൽ നല്ല രസകരമായിട്ട് പുള്ളി പറയുന്നുണ്ട്. അതാണ് സംഭവം. അതായത് ഇവിടെ ഇനർഷ്യ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കേസാണ്. അതായത് ഇത് സംഭവിക്കുന്നത് എന്താണ്? പെട്ടെന്ന് എന്താ പറയുന്നത്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ നിന്ന് മോഷനിലോട്ട് പോവുകയാണെങ്കിലോ തിരിച്ച് മോഷനിൽ നിന്ന് റെസ്റ്റിലേക്ക് പോവുകയാണെങ്കിലോ അവിടെ ഉണ്ടാകുന്ന ഒരു എന്താ പറയുന്ന ഒരു ഡിലേ ആണ് സംഭവം, സിംപ്ലി പറയുന്നത്. അതാണ് ഫസ്റ്റ് ലോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്കറിയാവുന്നതാണ്. ഫസ്റ്റ് ലോ നന്നായിട്ട് അറിയാവുന്നതാണ്. മാത്രമല്ല ഈ പറയുന്ന ഇനേർഷ്യയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെ, ജഡത്വം എന്നാണ് നമ്മൾ പറയുന്നത്. ഇനിഷ്യ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ കൊണ്ടുവന്നത് ആരാണ്? ഗലീലിയാണ്. പിന്നെ റെനെ ഡിക്കാർത്തയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി. ഇതെല്ലാം അതിനകത്ത് പറയുന്നതാണ്. ഇത് കണ്ട് ഒരുപാട് എക്സ്പ്ലനേഷൻ ഉണ്ട്.
നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ, എസ്പെഷ്യലി ഈ മൂവിങ് ബസ്സിന്റെ ബ്രേക്കിന്റെ കേസാണ് സ്ഥിരം ചോദിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ ന്യൂട്ടൺസ് ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോയിൽ. ഇപ്പൊ സെക്കൻഡ് ലോയിൽ നമ്മൾ എന്താ പറയുന്നത്, ഫോഴ്സിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അല്ലേ. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇതിൽ നിന്നാണ് എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന നമ്മൾ ഇക്വേഷൻ ഡെറൈവ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് ബന്ധപ്പെട്ട് നമ്മൾ ഈ പറയുന്ന സെക്കൻഡ് ലോ ഓഫ് മോഷൻസിനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്രിക്കറ്റ് ബോളിന്റെ കേസ് പറയാറുണ്ട്. ക്രിക്കറ്റ് ബോൾ എന്താ പറയേണ്ടത്, പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഫീൽഡർ കൈ പുറകിലോട്ട് എടുക്കാറുണ്ട്. കാരണം എന്താണ്, പുറകിലോട്ട് എടുക്കുന്നതനുസരിച്ച് ടൈം കൂടുകയും അപ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് കുറയുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അതാണ് ഈ സെക്കൻഡ് ലോയിലൊക്കെ പറയുന്നത്. അതിന് സ്ഥിരം ചോദിക്കുന്നതാണ് ഈ പറയുന്ന ക്യാച്ചിന്റെ സിറ്റുവേഷൻ അല്ലെ, ബോൾ ക്യാച്ച് ചെയ്യുന്ന സിറ്റുവേഷൻ പറയാറുണ്ട്. അതുപോലെ തേർഡ് ലോ ഉണ്ട്. തേർഡ് ലോ നമുക്കറിയാം, എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഇത് സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്യാം, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇതൊക്കെയാണ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം ചോദിക്കുന്നത്. ഇപ്പൊ റോക്കറ്റിന്റെ ഈ എന്താ പറയുന്നത് പ്രൊപ്പൽഷൻ, അതായത് പെട്ടെന്നത് മേളിലോട്ട് പോകുന്ന സമയത്ത് അവിടെ എന്താണ് ഈക്വൽ തേർഡ് ലോ ഓഫ് മോഷൻ ആണ് ഈ ഇടയ്ക്ക് ചോദിച്ചാണ്. പിന്നെ ബോട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ബോട്ട് പുറകിലോട്ട് പോകാറുണ്ട്. നമ്മൾ ഫ്രണ്ടിലോട്ട് ഇറങ്ങുന്നതനുസരിച്ച് ഈക്വൽ ആൻഡ് എന്താണ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് ബോട്ട് തിരിച്ചു. അതായത് നമുക്ക് ഈ റോക്കറ്റിന്റെ കേസ് പറഞ്ഞില്ലേ, റോക്കറ്റിന് താഴോട്ടാണ് ഒരു വലിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അതനുസരിച്ച് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിട്ട് അതിനെ ഏറ്റെടുത്തുകൊണ്ട് എന്താണ് റോക്കറ്റ് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ബേർഡ്സ് ഈ പറയുന്ന നമ്മളെ ബ്രാഞ്ചസിൽ നിന്ന് അത് പെട്ടെന്ന് പറക്കാൻ വേണ്ടി അതിന്റെ എന്താ പറയുക ക്ലോസ് കൊണ്ട് പുറയിലോട്ടൊരു ഫോഴ്സ് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പൊ പുറയിലോട്ട് ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് അതിന്റെ ശരീരത്തെ ആക്ട് ചെയ്യും, അതിന് മുന്നോട്ടൊരു ത്രസ്റ്റ് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലോയിൽ പറയുന്നത്. ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള കേസാണ്. ഇനി അടുത്തൊരു ചോദ്യം, ഒരു പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത്. എനർജി യൂസ്ഡ് ബൈ 100 വാട്ട് ആണ്, വോൾട്ട് അല്ല, വാട്ട് ആണ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ? പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട് തന്നിരിക്കുന്നത്. ഫോർ 1 hour ബൾബ് വർക്കിംഗ് ഫോർ 1 hour, 1 മണിക്കൂർ ഒരു 100 വാട്ടിന്റെ ബൾബ് കത്തിക്കഴിയുമ്പോൾ എത്ര എനർജിയാണ് യൂസ് ചെയ്തേക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എത്രയായിരിക്കും? എങ്ങനെയാണ് അത് കണ്ടെത്തുന്നത്? എനർജി കണ്ടെത്തണം അല്ലെ. നമുക്ക് തന്നിട്ടുണ്ട്, പവർ തന്നിട്ടുണ്ട്, പവറും ടൈമും തന്നിട്ടുണ്ട് അല്ലെ. 1 hour തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പവർ 100 തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി അല്ലെ. 1 hour എന്ന് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് വരുന്നത്. 1 hourന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതണം? 1 hour എന്ന് എഴുതരുത്, നമ്മൾ അതിനെ സെക്കൻഡ്സിലേക്ക് മാറ്റണം. കാരണം SI യൂണിറ്റ് ഓഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിനെ സെക്കൻഡ്സിലേക്ക് മാറ്റണം. അപ്പോൾ 1 minute എന്ന് പറയുന്നത് നമുക്കറിയാം 60 സെക്കൻഡ്സ് ആണ്. 60 സെക്കൻഡ്സ് ആണ്. അപ്പോൾ 1 hour ആവുമ്പോൾ ഇതിനകത്ത് തന്നേക്കുന്നത് 1 minute ആണ് സൊല്യൂഷൻ തന്നേക്കുന്നത്. ഓക്കെ, 1 minute 600 ജൂളാണ്. 1 minute 600 ജൂൾ എന്നാണ് കണ്ടേക്കുന്നത്. അതായത് 1 minute 60 സെക്കൻഡ് ആണ്. 100 വാട്ടാണ് അതിന്റെ പവർ. അപ്പോൾ 1 minute അത് കൺസ്യൂം ചെയ്യുന്നത് 600 ജൂളാണ്. പക്ഷെ ചോദിച്ചേക്കുന്നത് എത്രയാണ്? 1 hour ആണ്. 1 hour തന്നേക്കുന്നത് ഇൻറ്റു 6 ആണ്. ഇൻറ്റു 6 ചെയ്യുമ്പോൾ 3000 ഇൻറ്റു 60 ചെയ്യണം. ഇൻറ്റു 6 ചെയ്യുമ്പോൾ 36,000 എന്ന് ഉത്തരം വരും. ഓക്കെ, ഇത് തന്നേക്കുന്നത് 1 minute സൊല്യൂഷൻ തന്നേക്കുന്നത്, പക്ഷേ 36,000 ആണ് ഉത്തരം. അത്രയും ജൂള് അത് കൺസ്യൂം ചെയ്യും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സിമ്പിളി വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 100 വാട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? 100 വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ആണ്. ഇതിന്റെ അർത്ഥം കുറച്ചും കൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ, ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 1 മണിക്കൂർ അല്ലെ, വാട്ടിന്റെ കേസ് പറയാണ് അല്ലെ, 1 മണിക്കൂർ ഈ ബൾബ് കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര യൂണിറ്റ് കറണ്ട് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിനകത്തൊരു സിമ്പിൾ ഒരു ലോജിക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. 1000 വാട്ടുള്ള ഒരു സംഭവം, 1000 വാട്ടുള്ള, ചിലപ്പോൾ ഒരു മോട്ടർ ആവാം, ചിലപ്പോൾ ഒരു ഇലക്ട്രിക് എക്യുപ്മെന്റ് ആവാം, അത് 1 hour ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൺസ്യൂം ചെയ്യുന്ന എനർജിയാണ് 1 unit ഓഫ് കറണ്ട്. ഇതാണ് നമ്മളുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ്, കിലോ വാട്ട് അവർ എന്നൊക്കെ പറയും. അതായത് 1000 വാട്ടുള്ള ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു മെഷീൻ, ഒരു എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ബൾബ് ആയിക്കോട്ടെ, എക്യുപ്മെന്റ് ആയിക്കോട്ടെ, എന്തായാലും ആയിക്കോട്ടെ, മോട്ടർ ആയിക്കോട്ടെ, എന്തായാലും ആയിക്കോട്ടെ,
1 മണിക്കൂർ 1000 വാട്ടുള്ള ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു മെഷീൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൺസ്യൂം ചെയ്യുന്ന എത്രയാണ്? 1 യൂണിറ്റ് ഓഫ് കറണ്ട് ആണ്. ഇത് 100 വാട്ടാണ്. 1000 വാട്ടാണെങ്കിൽ 1 യൂണിറ്റ്. അപ്പോൾ 100 വാട്ടാണെങ്കിൽ ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 0.1 യൂണിറ്റ് ഓഫ് കറണ്ട് അല്ലേ? യൂണിറ്റ് ഓഫ് കറണ്ട് ഇത് വെച്ചല്ലേ നമ്മൾ പറയുന്നത് നമ്മൾ വീട്ടിൽ ഇത്രയും 300 യൂണിറ്റ് ആണ് ഈ മാസം കറണ്ട് കൺസ്യൂം ചെയ്തത്. അതനുസരിച്ച് സർക്കാരിന് KSEBിക്ക് നമ്മൾ പൈസ കൊടുക്കും അല്ലേ? ഇതിന്റെ ലോജിക്ക് ഇത്രയാണ്. ഓക്കെ, അപ്പോൾ ഈ ബൾബ് 10 മണിക്കൂറൊക്കെ 100 വാട്ടിന്റെ ഒരു ബൾബ് 10 മണിക്കൂറൊക്കെ ഉപയോഗിച്ചാലേ ആ 1 യൂണിറ്റ് ഓഫ് കറണ്ട് കൺസ്യൂം ചെയ്യുന്നുള്ളതെന്നാണ് അതിന്റെ അർത്ഥം. ഇനി മനസ്സിലാക്കുക, 1 യൂണിറ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞു, കിലോ വാട്ട് അവർ എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ഓക്കെ, അതിനെ തന്നെ ഉണ്ട് 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞ 1 കിലോ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1000 വാട്ട്. ഞാൻ അതിൽ പറഞ്ഞത് 1000 വാട്ടുള്ള ഒരു സാധനം 1 മണിക്കൂർ 1 അവർ. ഓക്കെ, അതാണ് ലോജിക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇതിനകത്ത് നമ്മൾ ചോദിക്കുകയാണ്, എൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ് 2000 വാട്ട് അല്ലെങ്കിൽ 2 കിലോ വാട്ട് അല്ലെ? 1000ത്തെ നമ്മൾ എന്ത് പറയും? കിലോ എന്ന് പറയും. 1000 ഗ്രാമിനെ കിലോഗ്രാം എന്ന് പറയും. അപ്പോൾ 1000 വാട്ടിന് എന്ത് പറയും? കിലോ വാട്ട് എന്ന് പറയും. അപ്പോൾ 2000 കിലോ വാട്ടുള്ള ഒരു സബ്സ്റ്റൻസ്, ഒരു മെഷീൻ, സാധാരണ നമ്മൾ വീട്ടിലൊക്കെ മോട്ടറൊക്കെ ആയിരിക്കും, അത് 1 മണിക്കൂർ പ്രവർത്തിച്ചാൽ എത്ര യൂണിറ്റ് കറണ്ട് അറിയും? എത്ര യൂണിറ്റ് കറണ്ട് അറിയും? 2 യൂണിറ്റ്. സിമ്പിൾ. ഇതാണ് അതിന്റെ ലോജിക്ക്. ഇത് വെച്ച് നമുക്ക് എല്ലാ ചോദ്യവും സിമ്പിളായിട്ട് ചെയ്യാം. അല്ലാതെ നമ്മൾ കുറച്ചും കൂടെ എന്താണ് ഇങ്ങനെ ലോജിക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ. ഇനി എനർജി പവർ റിലേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻടു ടൈം. കുറച്ചും കൂടെ നല്ലതായിട്ട് പറയുകയാണെങ്കിൽ ആ പവറിനെ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട് തിരിച്ച് അല്ലെ? എനർജി ബൈ ടൈം. ഇനി ശ്രദ്ധിക്കേണ്ട കേസ്, എനർജിയുടെ യൂണിറ്റ് ജൂളായിരിക്കണം, പവറിന്റെ വാട്ടായിട്ട് ഉപയോഗിക്കാമോ, ടൈമിന്റെ സെക്കൻഡ്സിലെ ഉപയോഗിക്കാമോ. ഇത് വെച്ച് നമുക്ക് എല്ലാ ചോദ്യങ്ങളും ഉത്തരം എഴുതാൻ പറ്റും. ഇനി അടുത്തൊരു ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് നാച്ചുറലി പ്രസന്റ് ഇൻ ഹ്യൂമൻ ഐ? പറയാൻ മാർക്കാണ്, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വോയിസ് ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. മാക്സിമം നിങ്ങൾ എന്താ പറയേണ്ടത്, അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. തെറ്റുന്നെങ്കിൽ തെറ്റട്ടെ. നമുക്കിവിടെ മോക്ക് എക്സാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ തെറ്റിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഇങ്ങനെ തെറ്റിച്ചൊക്കെ തന്നെയാണ് നമ്മൾ എക്സാം ഹോളിൽ ശരിയാക്കുന്നത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ കണ്ണിൽ കാണപ്പെടുന്ന ലെൻസ്? ഏതാണ് നമ്മളെ കണ്ണിൽ കാണപ്പെടുന്ന നാച്ചുറൽ ലെൻസ്? അത് കോൺവെക്സ് ലെൻസ് ആണ്. ബൈ കോൺവെക്സ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം കോൺവെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അല്ലെ? ഇങ്ങനെ ഒരു സൈഡ് എന്താ പറയണ്ട, ഇങ്ങനെ ഇരിക്കും. ബൈ കോൺവെക്സ് ലെൻസ് ആണ് നമ്മൾ കണ്ണിൽ കാണുന്നത്. 2 സൈഡും എന്താ പറയുക, പുറത്തോട്ട് ബൾജ് ചെയ്തിരിക്കുന്നതാണ് ബൈ കോൺവെക്സ് ലെൻസ്. ഇത് നമ്മൾ സ്കൂളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, എക്സാം ഹോളിലൊക്കെ, അല്ലെങ്കിൽ നമ്മളെ പ്രാക്ടിക്കൽ ഫിസിക്കൽ ലാബിൽ, ഫിസിക്സിന്റെ ഒക്കെ ലാബിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളെ കൂപ്പ് കൈ കണക്കിരിക്കും, നമ്മളെ കൈ കൂപ്പി പിടിക്കത്തില്ലേ, അത് കണക്കിരിക്കും. 2 സൈഡും പുറത്തോട്ട്. അതാണ് ബൈ കോൺവെക്സ് ലെൻസ്. അതുകൊണ്ട് തന്നെ കണ്ണിലുണ്ടാവുന്ന ഇമേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻവേർട്ടഡ് ആണ്, തലതിരിഞ്ഞ ഇമേജ് ആണ്. കാരണം കോൺവെക്സ് ലെൻസിന് ഉണ്ടാക്കുന്ന ഇമേജ് ബൈ കോൺവെക്സ്, ഈ പറയുന്ന ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്. റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻവേർട്ടഡ് ആൻഡ് റിയൽ ആണ് കണ്ണിലുണ്ടാവുന്ന ഇമേജ്. റിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സ്ക്രീനിൽ നമ്മൾക്കൊരു ഇമേജിനെ പതിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ ഇമേജിനെ വിളിക്കുന്നവരാണ് റിയൽ ഇമേജ്. അപ്പോൾ കണ്ണിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കണ്ണിലുണ്ടാവുന്ന ലെൻസ് ഏതാണ്? ഉള്ള നാച്ചുറൽ ലെൻസ് ഏതാണ്? ബൈ കോൺവെക്സ് ലെൻസ്. അത് ഉണ്ടാക്കുന്ന ഇമേജ് റിയൽ ആണ്. ഈ ഇമേജ് ഉണ്ടാവുന്ന കണ്ണിന്റെ സ്ക്രീനാണ് റെട്ടിന. ഈ റെട്ടിന എന്ന് പറയുന്ന സ്ക്രീനിലാണ് കണ്ണിൽ ഇമേജ് ഉണ്ടാവുന്നത്. 2 എന്താ പറയുക, റേസ് തമ്മിൽ മെർജ് ചെയ്ത് ഒരു റിയൽ ഇമേജ് ആണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇൻവേർട്ടഡ് ആണ്. ഈ തലതിരിഞ്ഞ ഇമേജ് ആണ് നമ്മൾ കണ്ണിൽ ഉണ്ടാവുന്നത്. ഈ തലതിരിഞ്ഞ ഇമേജിനെ നിവർത്തുന്ന ഏതാണ്? ബ്രെയിനാണ്, സെറിബ്രമാണ്. ബ്രെയിനിന്റെ സെറിബ്രം, ഒപ്റ്റിക് സെന്റർ ഒക്കെ ഉണ്ട്, അവിടെയാണ് പ്രോസസ് ചെയ്യുന്നത്. നമ്മൾ ബയോളജിക്ക് എടുക്കുമ്പോൾ പറയുന്നുണ്ട് അല്ലെ? ഇപ്പം കണ്ണിന്റെ നമ്മൾ ഈ പറയുന്ന കണ്ണിനെ നമ്മളൊരു ക്യാമറയായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അതിനെ പ്രോസസ് ചെയ്യുന്ന സ്റ്റുഡിയോ അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറാണ് ബ്രെയിൻ. ഓക്കെ, അപ്പം ബൈ കോൺവെക്സ് ലെൻസ് സിംപ്ലി കോൺവെക്സ് ലെൻസ് ആണ്. ഇതിനകത്തുള്ള ഇത് അറിയുമ്പോൾ കോൺകേവ് ലെൻസ് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇനി ബൈഫോക്കൽ ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2
എന്താ പറയുന്ന ഫോക്കസ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് മിററിന്റെ മിക്സർ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് ലെൻസിന്റെ മിക്സ്, മിററിന്റെ കേസിലും പറയാം, ലെൻസിന്റെ മിക്സ് ആയിരിക്കും ബൈഫോക്കൽ ലെൻസ്. ബൈഫോക്കൽ ലെൻസ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന കാഴ്ച കുറവുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഈ കണ്ണട എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതൊരു കണ്ണടയാണെങ്കിൽ കണ്ണടയിൽ താഴെ ഇങ്ങനെ റീഡിംഗ് ഗ്ലാസ് കാണും അല്ലെ. മേളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഭാഗത്തൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദൂരെ ഉള്ളതും അത്യാവശ്യം കാഴ്ച എല്ലാം കിട്ടും. ഇതിലൂടെ നമ്മൾ റീഡിംഗ് ഗ്ലാസ് ഉപയോഗിക്കും അല്ലെ. ഈ പറയുന്ന ഈ അക്ഷരങ്ങളൊക്കെ വായിക്കാൻ, ബുക്ക് വായിക്കാനൊക്കെ ഉപയോഗിക്കും. ഇങ്ങനെ രണ്ട് ലെൻസ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ബൈഫോക്കൽ ലെൻസ് എന്നൊക്കെയാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ബൈഫോക്കൽ ലെൻസ്, രണ്ട് ഫോക്കസ് ഉള്ള ലെൻസ് എന്നാണ് അർത്ഥം. ഈ ബൈഫോക്കൽ ലെൻസിന്റെ പിതാവാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് ബൈഫോക്കൽസിന്റെ പിതാവ്. ഇത് കണ്ണടയിൽ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ബൈഫോക്കൽസ് കണ്ണടയിൽ മാത്രമല്ല. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ കോസ്റ്റ് ഗാർഡ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. കോസ്റ്റ് ഗാർഡ്സിലും നമ്മളെ ലൈറ്റ് ഹൗസസ് ഒക്കെ ഇല്ലേ, ലൈറ്റ് ഹൗസസിലൊക്കെ ഉപയോഗിക്കുന്ന ബൈഫോക്കൽ ലെൻസ് ആണ്. അത് എന്താണെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ഫോക്കസ് ഉള്ള ലെൻസ് അതിനകത്തുണ്ട്. നമ്മൾക്കറിയാം ലൈറ്റ് ഹൗസിലൊക്കെ ഈ വെട്ടം, പ്രകാശം ഒരിടത്തോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ ഈ പറയുന്ന ഷിപ്പൊക്കെ അടുത്തോട്ട് വരുവാണ്. ഷിപ്പൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അടുത്തോട്ട് വെട്ടം അടിക്കണമെങ്കിൽ ഒരു ലെൻസ് ആയിരിക്കും, ദൂരോട്ട് വെട്ടം അടിക്കണമെങ്കിൽ മറ്റൊരു ലെൻസ് ആയിരിക്കും. അപ്പൊ ഈ ലെൻസിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. അവിടെ ബൈഫോക്കൽസ് ആണ്, പല ഫോക്കസ് ഉള്ളത്. ഒരിടത്തോട്ട് ഫോക്കസ് ചെയ്യാനല്ല, പലയിടത്തോട്ടായിട്ട് ഫോക്കസ് ചെയ്യണം. മൾട്ടി ഫോക്കൽ അല്ലെങ്കിൽ ബൈഫോക്കൽ ലെൻസസ് ഒക്കെയാണ് അവിടേക്ക് ഉപയോഗിക്കുന്നത്. കാരണം ഈ പ്രകാശം അടിച്ചു കൊടുക്കും ഷിപ്പിലേക്ക്, അതിന്റെ പാത്തും കാര്യങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടി. അവിടെ എല്ലാം ഉപയോഗിക്കുന്നത് ഈ ബൈഫോക്കൽസ് ആണ്. ഇനി പ്രോഗ്രസീവ് എന്താണ്? ഈ പ്രോഗ്രസീവ് ലെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ടാകും പ്രോഗ്രസീവ് ലെൻസ്. ഞാൻ പറഞ്ഞില്ലേ, ബൈഫോക്കൽ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാണുന്നുണ്ട്, രണ്ട് ഫോക്കസ് നമ്മൾ, അല്ലെങ്കിൽ രണ്ട് ലെൻസിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ പറ്റും. പക്ഷേ പ്രോഗ്രസീവ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇത് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഈ ബൗണ്ടറി ഉണ്ടല്ലേ, ഈ ബൗണ്ടറി നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇറ്റ്സ് പ്രോഗ്രസീവ് അല്ലെ. ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് വേറൊരു ലെൻസ്, ഇവിടെ വേറൊരു ലെൻസ് ആയിരിക്കും. നമ്മൾ കണ്ണിന്റെ മൂവ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതനുസരിച്ച് ലെൻസ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബെറ്റർ വിഷൻ ആണ്, കുറച്ചും കൂടെ നല്ല വിഷനാണ്. പിന്നെ ഇതൊരു എന്താ പറയേണ്ടത്, നമ്മളെ ഒരു സൗന്ദര്യം, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, നമ്മളെ കുറച്ചും കൂടെ ആൾക്കാരെന്താണ് ഏജിനൊന്നും അല്ലാന്ന് കാണിക്കാൻ വേണ്ടി പ്രോഗ്രസീവ്സ് ഉപയോഗിക്കാറുണ്ട്. കാരണം സാധാ ലെൻസാണൊക്കെ ഇരിക്കും. സാധാരണ ഈ പറഞ്ഞ ബൈഫോക്കൽസ് ഒക്കെ വെക്കുന്നത് പ്രായം ചെന്ന ആൾക്കാരാന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ഓക്കെ, അങ്ങനെ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. ഇനി എൻ്റെ ജസ്റ്റ് എക്സ്പ്ലനേഷൻ ഉണ്ട്. ഹ്യൂമൻ ഐ ആയിട്ട് ബന്ധപ്പെട്ട് റെറ്റിന ഇസ് എ പാർട്ട് ഓഫ് ഇമേജസ് ഫോം. ഞാൻ പറഞ്ഞ സ്ക്രീൻ, കോർണിയുണ്ട്, ട്രാൻസ്പെറന്റ് പോർഷൻ ആണ്. നമ്മൾ ഈ പറഞ്ഞ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്, ബയോളജിയിൽ ഐയിൽ എടുത്തിട്ടുണ്ട്. കോർണിയ ഇസ് എ ട്രാൻസ്പെറന്റ് പോർഷൻ ഓഫ് ഹ്യൂമൻ ഐ. ഒപ്റ്റിക് നെർവിനെ കുറിച്ച് പറയുന്നുണ്ട്, കോൺവെക്സ് ലെൻസ് ആണ്. ഐറിസിന് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് കർട്ടൻ ഓഫ് ഹ്യൂമൻ ഐ. കാരണം കണ്ണിലേക്കുള്ള പ്രകാശത്തെ നിയന്ത്രിക്കുന്നത്, പ്രകാശത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ആരാണ്? ഐറിസ് ആണ്. ഓക്കെ, ഇനി റെപ്പറ്റീഷൻ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. റെപ്പറ്റീഷൻ ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് വേവ്സ് ഈസ് കോൾഡ്. ഇനി ഞാൻ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വോയിസ് ഒന്ന് ഓൺ ചെയ്തിട്ട് എന്താണ് സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫിസിക്സ് തീരുന്ന സമയത്തോ ഓരോ സെഷൻ തീരുന്ന സമയത്തോ നിങ്ങൾക്ക് ചോദിക്കാം. ഏതൊരു സംശയം ഉണ്ടെങ്കിലും നമ്മളത് ക്ലാരിറ്റി വരുത്തിയിട്ടേ മുന്നോട്ട് പോകുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്? നമുക്കറിയാം എക്കോ ആണ്, സിംപിളി എക്കോ ആണ്. എക്കോയുടെ കുറച്ച് കാര്യങ്ങളുണ്ട്. എക്കോ വേണ്ട മിനിമം ഡിസ്റ്റൻസ് 17.2 മീറ്റർ ആണ്, സ്ഥിരം ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം എക്കോയുടെ എക്സ്പ്ലനേഷൻ ആണ്. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ്, സൗണ്ട് പ്രതിഫലിക്കുന്നതിന്റെ ഫലമായിട്ടാണ് എക്കോ ഉണ്ടാവുന്നത്. ഇനി ഒരു ചോദ്യം കൂടെ ചോദിക്കാറുണ്ട്, സ്റ്റഡി ഓഫ് സൗണ്ട് അക്വസ്റ്റിക്സ് ആണ്. എന്നാൽ സ്റ്റഡി ഓഫ് എക്കോ, ഒരു ഫ്രണ്ടിൽ ഒരു ക്യാറ്റും കൂടെ ഇട്ടാൽ മതി. കാറ്റ് അക്വസ്റ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് എക്കോ അല്ലെ. കാറ്റ്, CAT, പൂച്ച, അത് തന്നെയാണ് സ്പെല്ലിംഗ് തന്നെ, CAT. കാറ്റ് അക്വസ്റ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് എക്കോ. എന്നാൽ സൗണ്ടിനെ കുറിച്ചുള്ള പഠനമാണ് അക്വസ്റ്റിക്സ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ഇലക്ട്രിസിറ്റി എന്നുള്ളൊരു ചോദ്യം. റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് എൻഡ് ടു എൻഡ് ഫോംസ് ഡാഷ് കണക്ഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. എന്നാലും നമുക്ക് ഈ സിമ്പിൾ എന്താ പറയുക, ഒരു സിംഗിൾ പൂളാണ്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വീണ്ടും റെപ്പറ്റീഷനുകൾ ചോദിക്കും. അപ്പോൾ എൻഡ് ടു എൻഡ് കണക്ഷനെ നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കാണുന്നത് ഇങ്ങനെ സീരീസ് കണക്ഷൻ എൻഡ് ടു എൻഡ് ആയിരിക്കും. ഇനി ഞാനൊരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് പലപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് SSCയുടെ എക്സാംസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കോംപ്ലിക്കേറ്റഡ് ഇമേജ്. അപ്പോൾ നമുക്ക് സീരിയസ് ആണോ പാരലൽ ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടുണ്ട്. പക്ഷെ ഞാനൊരു സിമ്പിൾ കാര്യം പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു കണക്ഷനാണ്.
ഇതിനെല്ലാം കൂടെ ഒരു പോയിന്റിൽ വന്നിട്ട് പോവുകയാണ്. ഇതെന്ത് കണക്ഷനാണെന്ന് ചോദിക്കാം. ഇതെന്ത് കണക്ഷനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് ടു എൻഡ് ആണോ? അല്ല. നോക്കിക്കേ, ഇത് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റൊരു പോയിന്റിൽ അവസാനിക്കുന്നു. എൻഡ് ടു എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നിന്റെ പുറകിൽ മറ്റൊന്ന് വരണം. അത് സീരീസ് ആണ്. എന്നാൽ പാരലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, ശ്രദ്ധിച്ചേ. അതായത് ഇതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റും ഈ പറയുന്ന റെസിസ്റ്ററിന്റെ സ്റ്റാർട്ടിങ് പോയിന്റും എൻഡ് പോയിന്റും ഒന്നാണ്. അതായത് റെസിസ്റ്റർ 1, 2, 3 മൂന്നാമത്തെ റെസിസ്റ്റർ നോക്കി, അതിന്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ഒരുമിച്ചാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എക്സാം ഹോളിൽ കാണുവാണെങ്കിൽ നോക്കുക, ഈ റെസിസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ട് പോയിന്റ് എല്ലാത്തിനും ഒരു കോമൺ സ്റ്റാർട്ടും ഒരു കോമൺ എൻഡുമാണെങ്കിൽ സച്ച് കണക്ഷൻസ് ആർ പാരലൽ കണക്ഷൻ. ഓക്കെ, എൻഡ് ടു എൻഡ് ആണെങ്കിൽ സീരീസ്. എന്നാൽ കോമൺ സ്റ്റാർട്ട് പോയിന്റും കോമൺ എൻഡ് പോയിന്റും ആണെങ്കിൽ പാരലൽ കണക്ഷൻ ആണ്. സിമ്പിൾ ഒരു ടെക്നിക്കാണ് ഞാൻ ഇപ്പോൾ തന്നത്. ഇത് പക്ഷേ എത്ര കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പം ഇനി എൻട്രൻസിൻ്റെ ആയിക്കോട്ടെ, നിങ്ങളെ ജെഇയുടെ ആയിക്കോട്ടെ, ഏതിൻ്റെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ അല്ലേ, ഈ പറഞ്ഞ കീം എൻട്രൻസോ എത്ര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ ഇനി എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണക്ഷൻ ആണെങ്കിലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എൻഡ് ടു എൻഡ് ആണെങ്കിൽ സീരീസ്, കോമൺ പോയിന്റ്സ് കോമൺ സ്റ്റാർട്ടിംഗ് പോയിന്റും കോമൺ എൻഡ് പോയിന്റും ഉണ്ടെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് കണക്ഷൻ ആർ എന്താണ്? പാരലൽ. ഓക്കെ, ചെറിയൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് എന്താ പറയേണ്ടത് നമുക്കറിയാം. ഈ പറയുന്ന റെസിസ്റ്റേഴ്സ് 2 വേസിൽ കമ്പൈൻ ചെയ്യാം. സീരീസ് ആണ്. എന്താണ് സീരീസ്, എന്താണ് കണക്ഷൻ എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഈ ഒരു ടെക്നിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താം. ഇനി വേറൊരു കേസ്, റെസിസ്റ്റേഴ്സ് സീരീസിലാണെങ്കിൽ നെറ്റ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റേഴ്സിന്റെ റെസിസ്റ്റൻസ് അങ്ങ് കൂട്ടി വെച്ചാൽ മതി. എന്നാൽ പാരലൽ കണക്ഷനിലാണെങ്കിൽ ദ നെറ്റ് റെസിസ്റ്റൻസ് 1/R is equal to 1/R1 plus 1/R2 ആണ്. ഈ ഇക്വേഷനും മറക്കാതെ നോക്കി വെക്കുക. ശരി, ഇനി വാട്ട് ഡിഡ് ആർക്കിമിഡീസ് ഡിറ്റർമൈൻ ആഫ്റ്റർ ഡിസ്കവറി ഓഫ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ? നമുക്ക് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നമ്മൾ കൊച്ചു ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്. ഇതാണ് ദാറ്റ് എ ബോഡി ഫുള്ളി ഓർ പാർഷ്യലി ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ് എക്സ്പീരിയൻസ് ആൻഡ് അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ വെയിറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ്. ഇതാണ് ആർക്കിമിഡീസ് തത്വം എന്ന് പറയുന്നത്. ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ കണ്ടെത്തലിന് ശേഷം ആദ്യമായി കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂരിറ്റി ഓഫ് ഗോൾഡ് ഇൻ ദ കിങ്സ് ക്രൗൺ. അതാണ് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്തത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ബാക്കിയുള്ളത് തെറ്റായിട്ടുള്ളതാണ്. അദ്ദേഹം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ രാജാവിന്റെ ക്രൗണിന്റെ ഗോൾഡിന്റെ പ്യൂരിറ്റി. കാരണം ഗോൾഡും കോപ്പറും തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പൊ ഗോൾഡ് എന്ന് പറയുന്നത് അതിന് തുല്യമായിട്ടുള്ള ഒരു എന്താ പറയേണ്ടത്, ഗോൾഡ് ക്രൗൺ എടുത്ത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് വെള്ളമേ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ പറയുന്നത് ഒരു ഫ്ലൂയിഡ് ആയിട്ട് ഡിസ്പ്ലേസ് ചെയ്യുള്ളൂ. എന്നാൽ കോപ്പർ ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതെങ്കിൽ ഫ്ലൂയിഡിന്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് എത്രത്തോളം പ്യുവറാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഗോൾഡ് എന്ന് പറയുന്നത്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എത്രത്തോളം പ്യൂരിറ്റി ഉണ്ടെന്ന് നമുക്ക്, കുറച്ച് പ്യുവർ ഗോൾഡ് ആണെങ്കിൽ കുറച്ച് വാട്ടറേ അതിനകത്ത് ഡിസ്പ്ലേസ് ചെയ്യുള്ളൂ. ആൻഡ് ഹി റിയലൈസ് ദാറ്റ് ക്രൗൺ മെയ്ഡ് ഓഫ് ലെസ് ഡെൻസ് മെറ്റീരിയൽസ് സച്ച് ആസ് സിൽവർ വുഡ് ഡിസ്പ്ലേസ് മോർ വാട്ടർ, കോപ്പർ ആവാം സിൽവർ ആവാം, ദാൻ എ ക്രൗൺ ഓഫ് പ്യുവർ ഗോൾഡ് ആണെങ്കിൽ അതിന് വെയിറ്റ് കുറവാണ്, നെറ്റ് വെയിറ്റ് കുറവാണ്, ഓഫ് ദ സെയിം വെയിറ്റ്. ഓക്കെ, അല്ല സോറി, ഡെൻസിറ്റി ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, വെയിറ്റ് അല്ല, ഡെൻസിറ്റി ആണ് ഉദ്ദേശിച്ചത്, പറഞ്ഞു മാറിപ്പോയി. ഈ പറഞ്ഞ ഗോൾഡിന് അനുസരിച്ചുള്ള ഡെൻസിറ്റി കുറവാണ്. എന്നാൽ നേരെ മറിച്ച് കോപ്പറോ അതിനകത്ത് സിൽവറോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡെൻസിറ്റി കൂടുതലാണ്. അതിനനുസരിച്ച് എന്താ പറയേണ്ടത്, ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളത്തിന്റെ അളവ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ആർക്കിമിഡീസ് ചോദിച്ചത്. ബാക്കി യുറേക്ക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ള കേസാണ്. ഓക്കെ, ഇനി ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് വേവ്സ് ഈസ് 100 ഹെർട്സ്, then what is its a time period? അപ്പോൾ ഫ്രീക്വൻസി തന്നേക്കാണ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്മൾ കൊച്ചു ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്. ഒരു പോയിന്റിലൂടെ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന വേവ്സിന്റെ എണ്ണമാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലെ. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ. ഒരു പോയിന്റിലൂടെ ഒരു സെക്കൻഡിലൂടെ കടന്നു പോകുന്ന വേവ്സിന്റെ എണ്ണമാണ് ഫ്രീക്വൻസി. 100 ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഹെൻറിച്ച് ഹെഡ്സ് എന്ന് പറഞ്ഞാൽ
ശാസ്ത്രജ്ഞനെ നമ്മൾ ആദരിച്ചുകൊണ്ടാണ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ത് കൊടുത്തേക്കുന്നത്, ഹേർട്സ് എന്ന് കൊടുത്തേക്കുന്നത്. അപ്പൊ 100 ഹെർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു പോയിന്റിലൂടെ ഒരു സെക്കൻഡിൽ എത്ര വേവ്സ് കടന്നു പോയെന്ന അർത്ഥം? 100 വേവ്സ് കടന്നു പോയെന്നാണ് അർത്ഥം. ഇനി ടൈം പീരീഡും ഫ്രീക്വൻസി ആയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പീരീഡ് ഈസിക്കൽ ടു 1 ഫ്രീക്വൻസി ആണ്. ടൈം പീരീഡ് ഈസിക്കൽ ടു 1 ഫ്രീക്വൻസി. അപ്പോൾ സിമ്പിൾ എന്താണ്? ടൈം പീരീഡ് വിൽ ബി 0.01 സെക്കൻഡ് അല്ലെ, 1/100 എന്ന് കൊടുക്കും. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി എന്താന്ന് പറയുന്നുണ്ട്, അതെങ്ങനെയാണ് ടൈം പീരീഡായിട്ടുള്ള ബന്ധമെന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ശരി. ഇനി ടൈം പീരീഡ് എന്നിട്ട് ഫ്രീക്വൻസി എന്താണ് തിരിച്ചിട്ടാൽ മതി. അതേ കണക്ക് തന്നെ 1 ഫ്രീക്വൻസിയാണ് ടൈം പീരീഡ് എങ്കിൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ടൈം പീരീഡ്, തിരിച്ചും ആപ്ലിക്കബിൾ ആണ്. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾ യൂസ്ഡ് ബൈ ബാറ്റ്സ് അല്ലെ, നമ്മൾ വവ്വാലുകൾ ഉപയോഗിക്കുന്ന ഇതെന്താണ് ടെക്നിക്ക് എന്താണെന്നാണ് ഉപയോഗിക്കുന്നത്? സൗണ്ട്സ് ആണെന്നറിയാം. അൾട്രാസോണിക് വേവ്സ് ആണ് ഈ പറഞ്ഞ വവ്വാലുകൾ ഉപയോഗിക്കുന്നത്. അൾട്രാസോണിക് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? അൾട്രാസോണിക്, ഇൻഫ്രാസോണിക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഫ്രീക്വൻസിയുടെ ബേസിലാണ്. ഓക്കെ, നമുക്ക് കേൾക്കാൻ പറ്റുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഇതാണ് നമ്മളുടെ ഓഡിബിൾ റേഞ്ച് അല്ലെ. നമ്മൾക്ക് 20 ഹെർട്സിന് താഴെയുള്ള സൗണ്ടിനെ കേൾക്കാൻ പറ്റത്തില്ല. അതാണ് 20,000 ഹെർട്സിന് മുകളിലുള്ള സൗണ്ടിനെ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ജസ്റ്റ് ഈ യൂട്യൂബിലൊക്കെ ഇതിന് വീഡിയോസ് കിടപ്പുണ്ട്. നമ്മൾക്ക് ഈ പറയുന്ന ഹെർട്സിന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ കേൾവി ശക്തി ടെസ്റ്റ് ചെയ്യുന്ന ഈ പറയുന്ന കുറെ എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ജസ്റ്റ് കണ്ടു നോക്കുക, സമയം കിട്ടുമ്പോൾ കണ്ടു നോക്കുക, ഫ്രീ ടൈമിലൊക്കെ കാണാം. അപ്പൊ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 20 ഹെർട്സിന് താഴെയുള്ള സൗണ്ടിനെയാണ് നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കുന്നത്. 20,000 ഹെർട്സിന് മുകളിലുള്ള സൗണ്ടിനെ നമ്മൾ എന്ന് വിളിക്കും അൾട്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കും. ബാറ്റ്സ് ഉപയോഗിക്കുന്നത് എന്താണ്? അൾട്രാസോണിക് സൗണ്ട് ആണ്. ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജി സോണാറിന്റെ സിമിലർ ആണ്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്, അതായത് നമ്മളെ ഈ പറയുന്ന ഷിപ്പിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അതേ ടെക്നോളജിയാണ് സോണാർ എന്ന് പറയുന്നത്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ്. അതായത് ഷിപ്പുകളിൽ ഈ സോണാർ ഈ ഒരു മെഷീൻ ഉണ്ട്. അപ്പൊ ഈ പറയുന്ന സോണാർ മെഷീനിൽ നിന്ന് താഴോട്ട് സൗണ്ട് വിടും. ഓക്കെ, അത് തിരിച്ചു വരുന്ന സമയം നോക്കും. തട്ടി തിരിച്ചു വരണം. അപ്പൊ ഈ പറയുന്ന തട്ടി തിരിച്ചു വരുന്ന സമയം കൂടുന്നതനുസരിച്ച് അതിന്റെ ദൂരം ഡെപ്ത് നമുക്ക് കാൽക്കുലേറ്റ് പറയാൻ പറ്റും. അതായത് എന്താണ്, കുറച്ച് ദൂരമേ ഉള്ളെങ്കിൽ പെട്ടെന്ന് സൗണ്ട് പോയിട്ട് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരും. എന്നാൽ ദൂരം കൂടുതലാണെങ്കിൽ, ഡെപ്ത് കൂടുതലാണെങ്കിൽ സൗണ്ട് തിരിച്ചെടുക്കുന്ന സമയം കൂടും. ഇത് തന്നെയാണ് അവിടെ ഡെപ്തിന് വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ട് സോണാർ ഉപയോഗിക്കുന്നത്. ബാറ്റ്സ് എന്താ ചെയ്യുന്നത്? എക്കോ ലൊക്കേഷൻ എന്ന് പറഞ്ഞ സാധനമാണ് ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് ലൈറ്റ് ഉപയോഗിച്ച് സെൻസേഷൻ കിട്ടുന്ന കണക്ക് ബാറ്റ് എന്ത് ചെയ്യും? ഈ പറയുന്ന സൗണ്ടിനെ എന്താ പറയുന്നത്, അൾട്രാസോണിക് സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. അത് തട്ടി തിരിച്ചു വരുന്നതനുസരിച്ചാണ് അത് ദൂരവും അതിന്റെ ഈ പറയുന്ന എന്തെങ്കിലും ഈ പറയുന്ന ഫ്ലൈയിങ്ങിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്നും എല്ലാം ഐഡന്റിഫൈ ചെയ്യുന്നത്. അവിടെ സിമിലർ ആയിട്ടുള്ള സോണാറിന്റെ അതേ ടെക്നോളജി തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് കറക്റ്റ്ലി റെപ്രസെന്റ്സ് എ പാർസെക്? ഇപ്പൊ പാർസെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാർസെക് കേട്ടിട്ടുണ്ടോ? പാർസെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ അതിനകത്ത് പറയേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർസെക് ഈസ് ദ എന്താ പറഞ്ഞ ഹയസ്റ്റ് അല്ലെ, എന്താ പറഞ്ഞ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. ദൂരത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാർസെക് ആണ്. അത് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 3.2 ലൈറ്റ് ഇയേഴ്സിനെ വിളിക്കുന്ന പേരാണ് 1 പാർസെക് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ആസ്ട്രോണമിയിലും നമ്മളെ ഈ ആസ്ട്രോഫിസിക്സിലൊക്കെ ഈ പറഞ്ഞ പ്ലാനറ്റ്സിന്റെയും സെലസ്റ്റിയൽ ബോഡീസിന്റെയും ഒക്കെ ദൂരം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് പാർസെക്. ഇതേപോലെ നമ്മൾക്കൊരുണ്ട് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, AU എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, അത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇനി ലൈറ്റ് ഇയർ അറിയാലോ, പ്രകാശവർഷം. നമുക്കറിയാം ലൈറ്റ് ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം. അത് 3.26 ലൈറ്റ് ഇയറിനെ വിളിക്കുന്നവരാണ് പാർസെക്. ദൂരത്തിന്റെ ഡിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ ലെന്തിന്റെ ഹയസ്റ്റ് യൂണിറ്റ് ആണ് പാർസെക് എന്നുള്ളത്. ശരി, ഇനി ഒരു പാർസെക് എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റേഴ്സ് ആണ് എന്നൊക്കെ തന്നിട്ടുണ്ട്. 31 ട്രില്യൺ കിലോമീറ്റേഴ്സ് എന്നൊക്കെ തന്നിട്ടുണ്ട്. മനസ്സിലാക്കുക. ഇതിനകത്തുള്ള GK എന്താണ്, ക്വസ്റ്റ്യൻ എന്താണ്? ദൂരത്തിന്റെ
ഏറ്റവും വലിയ യൂണിറ്റ് ആണ് പാർസെക് എന്നുള്ളത്. അടുത്തത്, വാട്ട് വിൽ ബി ദ വർക്ക് ഡൺ ഇൻ ഹോൾഡിംഗ് എ 20 കിലോഗ്രാം അയൺ പ്ലേറ്റ് ഫോർ 25 സെക്കൻഡ്സ്. അപ്പോൾ വർക്ക് തന്നേക്കാണ്, വർക്ക് ഡൺ തന്നേക്കാണ്. അപ്പം വർക്ക് ഡൺ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് ഉത്തരം ഒന്ന് പറയാൻ പറ്റുമോ നോക്ക്. ഒരു 1 മിനിറ്റ് എടുത്തു, അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ്സ് എടുക്കാമല്ലോ, എടുത്തു നോക്ക്. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉത്തരം എഴുതാൻ പറ്റുന്നതെന്ന് നോക്ക്. എന്നിട്ട് ആൻസർ പറ്റുമെന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. എത്രയാണ് ഉത്തരം? 0 ആണ് കേട്ടോ. എന്താ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 അല്ലേ? അതുകൊണ്ട് വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 0 ആയിരിക്കും.